വയനാടിനെ വീണ്ടെടുക്കാൻ ഡിവൈഎഫ്ഐക്കൊപ്പം കുരുന്നുകൾ. പിറന്നാൾ ദിനത്തിൽ സമ്മാനമായി ലഭിച്ച സ്വർണ്ണവള ഡിവൈഎഫ്ഐയുടെ വീട് നിർമ്മാണ ക്യാമ്പയിനിലേക്ക് സംഭാവന ചെയ്തിരിക്കുകയാണ് കണ്ണൂർ ഇരിണാവിലെ അയാനും ആര്യനും. വയനാട്ടിലെ ദുരന്തത്തെക്കുറിച്ച് വായിച്ച് അറിയാൻ പ്രായമായിട്ടില്ലെങ്കിലും കണ്ടറിഞ്ഞ ചിത്രങ്ങളാണ് ഇരട്ടക്കുട്ടികളുടെ തീരുമാനത്തിന് പിന്നിൽ. നിർത്താതെ പെയ്യുന്ന മഴയത്ത് സ്കൂളില്ലാത്തതുകൊണ്ട് പിറന്നാളിന് കൂട്ടുകാർക്ക് മിഠായി നൽകാൻ കഴിയാത്ത സങ്കടത്തിലായിരുന്നു അയാനും ആര്യനും. വയനാട്ടിലെ ഉരുൾപൊട്ടലിനെക്കുറിച്ച് ചാനലിലും പത്രത്തിലുമൊക്കെ കാണുന്നുണ്ടെങ്കിലും പിറന്നാൾ ദിവസത്തിലാണ് തങ്ങളോളം പോന്ന ഒരു വാവയെ രക്ഷാപ്രവർത്തകൻ നെഞ്ചോടടുക്കി പിടിച്ച ചിത്രം കാണാനിടയായത്. ആ ഫോട്ടോ കണ്ടപ്പോൾ മുതലുള്ള സങ്കടമാണ് പിറന്നാളിന് സമ്മാനമായി കിട്ടിയ സ്വർണ്ണവള അവർക്കായി നൽകാൻ അയാനെയും ആര്യനെയും പ്രേരിപ്പിച്ചത്. അമ്മയായ ജിജിയോടും അച്ഛൻ ഗിരീഷിനോടും ആവശ്യം പറഞ്ഞപ്പോൾ അവർക്കും എതിർപ്പുണ്ടായില്ല. സ്ഥലത്തെ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ ബന്ധപ്പെട്ട് വയനാട്ടിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് വച്ചു നൽകുന്ന ഡിവൈഎഫ്ഐയുടെ ക്യാമ്പയിനിലേക്ക് വള കൈമാറി. സംസ്ഥാന സെക്രട്ടറി VK സനോജ് കുട്ടികളുടെ സംഭാവന ഏറ്റുവാങ്ങി. ഇവിടെ ഇപ്പോൾ ഈ കല്യാശ്ശേരിയിൽ അയാൻ ആര്യൻ എന്ന രണ്ട് കൊച്ചുമക്കൾ അവരുടെ സ്വർണ്ണവളയാണ് ഈ പദ്ധതിക്ക് വേണ്ടിയിട്ട് സംഭാവന നൽകിയിട്ടുള്ളത്. ഡിവൈഎഫ്ഐ സംസ്ഥാനത്തുടനീളം ഈ പ്രവർത്തനങ്ങളുമായി വിവിധ ആളുകളെ സമീപിച്ചപ്പോൾ, വീടുകളിൽ പോയപ്പോൾ പല വിധത്തിലുള്ള പ്രതികരണങ്ങൾ, വളരെ പോസിറ്റീവായ ഈ പദ്ധതിക്ക് ഞങ്ങളെക്കൊണ്ടാവുന്ന വിധത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു തരാം എന്ന പ്രഖ്യാപനമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇരിണാവ് സ്വദേശികളായ ഗിരീഷിന്റെയും ജിജിയുടെയും മക്കളാണ് ഇരട്ടകളായ അയാനും ആര്യനും. മൂന്നാം പിറന്നാൾ ദിനത്തിൽ കിട്ടിയ 4 സ്വർണ്ണവളകളാണ് ഇവർ ദുരിതാശ്വാസ പ്രവർത്തനത്തിനായി കൈമാറിയത്. ഇരിണാവ് UP സ്കൂളിലെ LKG വിദ്യാർത്ഥികളാണ് ഇരുവരും. ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി രമീൽ പാപ്പിനിശ്ശേരി, പ്രസിഡന്റ് നിഖിൽ, സബിൻ TE, ബിജോയ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.